സീറ്റ് കച്ചവട തട്ടിപ്പിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. കെ.സി. വേണുഗോപാലിനും കൊടിക്കുന്നിൽ സുരേഷിനുമെതിരെയാണ് ഡൽഹി പോലീസ് കേസെടുത്തത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ വാങ്ങിയെന്ന പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വമ്പൻ കുരുക്കാണ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ്. ഇതിനിടെയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടന്നത് എന്നത് കൂടുതൽ ചർച്ചകളിലേക്ക് വരുന്നതും. 7 കോടി രൂപ വാങ്ങി സീറ്റ് കച്ചവടം നടത്തിയെന്നതാണ് പരാതി. 2 നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഘട്ടം വളരെ നിർണായകമാകുന്നത്? ത്തോളം വലിയൊരു അഴിയാക്കുരുക്കിലേക്ക് പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ആ സീറ്റ് കോഴയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. തെളിവ് സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഡൽഹി പോലീസ് കൊടിക്കുന്നിൽ സുരേഷിനും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിനുമെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പല ആരോപണങ്ങളും ഈ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഉയർന്നൊരു സാഹചര്യമുണ്ട്. അവസാന വാക്ക്, അതായത് കേരളത്തിൻ്റെ അവസാന വാക്ക് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുന്നതിൽ ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നത് കെ.സി. വേണുഗോപാൽ ആകുന്ന ഒരു സാഹചര്യമുണ്ടെന്ന് വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഡൽഹി പോലീസ് ഇപ്പോൾ ഈ ഒരു സീറ്റ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട്, അതായത് ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും വഴിവിട്ട നീക്കങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരാതിയിലടക്കം ഉൾപ്പെട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഹരിയാന മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 7 കോടി രൂപയുടെ കോഴ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളുമൊക്കെ നടന്നിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യാൻ എത്തിയ ഗൗരവ് കുമാറിനെ, ഈ പരാതി നൽകിയ ആളിനെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നടപടി സ്വീകരിക്കണമെന്നൊക്കെ അയാൾ ആവശ്യപ്പെട്ടിരുന്നു. വലിയ തരത്തിൽ അതായത് കോൺഗ്രസിന് ജനാധിപത്യം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ജനാധിപത്യത്തിൽ ഒന്നുമല്ലാതെ ആകുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലടക്കം വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഇടമില്ലാത്ത തകർച്ചയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെയാണ് പരാജയ ഭീതി ഭയന്നുകൊണ്ട് ഇത്തരത്തിൽ കോഴ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണം എറിഞ്ഞുകൊണ്ട് വിജയിക്കുവാനുള്ള അല്ലെങ്കിൽ സീറ്റ് നിലനിർത്തുവാനുള്ളൊക്കെ പാടുപെടൽ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന സാഹചര്യത്തിൽ പോലും, ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം നടക്കുന്ന സാഹചര്യത്തിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനമൊക്കെ വൈകിയ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഐക്യമില്ലായ്മയും പടലപ്പിണക്കങ്ങളും ഒക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലൊക്കെ അടക്കം കോൺഗ്രസ് വലിയ തരത്തിൽ പ്രതിസന്ധിയിലായ സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ മുതിർന്ന നേതാക്കൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യം, അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ സാഹചര്യമുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് സമയത്തിൽ പോലും കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പ്രവർത്തകരും ഒരുപാട് നേതാക്കളും കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സീറ്റ് കോഴ വിവാദം കൂടി ഉണ്ടായിരിക്കുന്നത്. ഡൽഹി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വൈകാതെ ഇവരിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തിയും ഇതിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളിലേക്കും പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ കൊടിക്കുന്നിലിന്റെ പേരും കെ.സി. വേണുഗോപാലിന്റെ പേരുമാണ് ചർച്ചകളിൽ നിറയുന്നതും കേസെടുത്തിട്ടുള്ളതും. അതായത് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിൽ വെട്ടിലാകാനുള്ള സാധ്യത തന്നെയല്ലേ തെളിയുന്നത്? തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട തെളിവുള്ള ആ അടിസ്ഥാനത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെയും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ.സി. വേണുഗോപാലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടലുണ്ട്. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നതിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി 1 ലക്ഷം രൂപയോളം കൈമാറുന്നതിന് ഇടപെടലിലും ഒക്കെ നിർണായക പങ്ക് വഹിച്ചത് ഈ PA ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് PA-യിൽ നിന്ന് അടക്കം മൊഴി രേഖപ്പെടുത്തി, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തി അതിൻ്റെ സ്രോതസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് മറ്റ് നേതാക്കളുടെ പങ്ക്, ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നടപടികളിലേക്ക് കടക്കുക. PA ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 7 കോടിയുടെ സ്രോതസ് എവിടെയാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, അതുമായി തുടർ നടപടികളിലാവുമ്പോൾ ബാങ്ക് രേഖകളടക്കം പരിശോധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഖി.